പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ 916 സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റിവാങ്ങാം. മനസ്സിലിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം. ജേക്കോ ജുവൽസ്, തൊടുപുഴ. പൈമറ്റം UP സ്കൂളിലും അങ്കണവാടിയിലും സാമൂഹ്യവിരുദ്ധരുടെ അതിക്രമം. രാത്രിയുടെ മറവിൽ ശുചിമുറിയുടെ വാതിൽ തകർക്കുകയും മാലിന്യം നിക്ഷേപിക്കുകയും ചെയ്തു. രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധരുടെ അതിക്രമം. അങ്കണവാടിയിലെ ശുചിമുറിയുടെ വാതിൽ ചവിട്ടിപ്പൊളിക്കുകയും മാലിന്യം നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ നിർമ്മാണത്തിലിരിക്കുന്ന വർണ്ണക്കൂടാരത്തിന്റെ കൈവരികൾ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. ഹെഡ്മിസ്ട്രസ് സിനി എം വർഗീസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OE അബ്ബാസ്, വാർഡ് മെമ്പർ സഫിയ സലീം, SMC മെമ്പർ VS നൌഫൽ, അങ്കണവാടി വർക്കർ റെജി വർഗീസ് എന്നിവർ സ്ഥലത്തെത്തി ഊന്നുകല്ല് പോലീസിൽ വിവരം അറിയിച്ചു. തുടർന്ന് ഊന്നുകല്ല് SHO P ബസന്ത് സ്കൂളിലെത്തി പരിശോധന നടത്തി. 2 മാസങ്ങൾക്ക് മുൻപ് സ്കൂളിലെ ഓഫീസ് മുറിയുടെ വാതിൽ ചവിട്ടിപ്പൊളിക്കുകയും മറ്റ് നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തിരുന്നു. നിരന്തരം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കുന്നതിന് പോലീസ് ഉണർന്നു പ്രവർത്തിക്കണമെന്നും നൈറ്റ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നും വൈസ് പ്രസിഡന്റ് OE അബ്ബാസ് ആവശ്യപ്പെട്ടു. പല്ലാരയം ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡിൽ പഞ്ചായത്തിൻ്റെ ഘടക സ്ഥാപനമായ UP സ്കൂളും അതുപോലെ അംഗൻവാടിയും തൊട്ടടുത്ത് പ്രവർത്തിക്കുകയാണ്. കുറേ നാളുകളായി, വർഷങ്ങളായി ഇവിടെ സാമൂഹ്യ ദ്രോഹികളുടെ ശല്യം. രാത്രികാലങ്ങളിൽ ഇവിടുത്തെ ടാപ്പ് ഒടിച്ചു കളയുക, വാതിൽ തകർക്കുക, പൂട്ട് തകർത്ത് അകത്ത് പ്രവേശിക്കുക, ഇങ്ങനെയുള്ള പലവിധ അതിക്രമങ്ങൾ ഈ സ്കൂളിലും അംഗൻവാടികളും നടന്നു വരികയാണ്. ഇതിൻ്റെ ഭാഗമായി വിവിധ ഘട്ടങ്ങളിൽ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ വാർഡ് മെമ്പർ ഉൾപ്പെടെ നിരന്തരം പോലീസുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കുകയും പോലീസ് ആ സമയങ്ങളിലൊന്നും വന്ന് നോക്കി പോകുന്നതല്ലാതെ കൃത്യമായ നൈറ്റ് പെട്രോളിങ്ങിൻ്റെ ഭാഗമായി വരികയോ അങ്ങനെ വരുന്നതിൻ്റെ ഭാഗമായി ഇവിടെ അതിക്രമം തടയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. പോലീസിൻ്റെ പെട്രോളിംഗ് ശക്തമാക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. പൊതുമുതൽ നശിപ്പിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുന്ന സാമൂഹ്യദ്രോഹികളെ തടയുവാൻ നാട്ടുകാർക്ക് രാത്രികാലങ്ങളിലൊക്കെ അങ്ങനെ കാവലിരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറില്ല. പക്ഷേ പോലീസിൻ്റെ നൈറ്റ് പെട്രോളിംഗ് ഉൾപ്പെടെ അവരുടെ നടപടികൾ വന്നാൽ തീർച്ചയായും സാമൂഹ്യദ്രോഹികൾക്കൊരു ഭയം ഉണ്ടാവുകയും അവരത്തരം കാര്യങ്ങളിൽ നിന്നും പിന്മാറുകയും ചെയ്യും. ഹെഡ്മിസ്ട്രസ് സിനി എം വർഗീസ് പഞ്ചായത്ത് സെക്രട്ടറിക്കും ഊന്നുകല്ല് പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.